ഈ റഹ്മത്താകുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വാസികൾ സന്തോഷിച്ചു കൊള്ളട്ടെ. പക്ഷെ ആ സന്തോഷം ഏത് നിലയ്ക്കാകണം? അതിന് ഇസ്ലാമിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് ഏത് ആഘോഷമായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നു, നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, നമുക്കൊരു സന്തോഷം വന്നതിന് ചേരുന്നു. ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം ആഘോഷങ്ങളുണ്ടോ, ആ ആഘോഷങ്ങളെല്ലാം ഇസ്ലാം വരച്ച അതിർത്തിക്കുള്ളിലായിരിക്കണം, ഇസ്ലാമിന്റെ നിയമങ്ങളനുസരിച്ചായിരിക്കണം. തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ 12 നമ്മൾ സന്തോഷം രേഖപ്പെടുത്തേണ്ടത് കമലിലേക്ക് ഇറങ്ങി തീരയിൽ അരസും മുസ്ലിമിന്റെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയിട്ടുള്ള പ്രായങ്ങൾ കാട്ടിയിട്ടല്ല. ആറും പെണ്ണും ഇടകലർന്ന് ഈ സമുദായത്തിൽ പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള വാദ്യമേളങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? ഇമാമിങ്ങൾ പറയുന്നു, അന്നേ ദിവസം ഖുർആൻ പാരായണം ചെയ്യുക, അന്നേ ദിവസം നിങ്ങൾ സ്വതക്കകൾ ചെയ്യുക, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങൾ നിങ്ങൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ജീവിത വഴികൾ നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ നാട്ടുകാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കി നൽകുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.